ഒരുപാട് പേര് പറയാറുണ്ട് പാരൻസിൻ്റെ ഫീലിങ്ങിനെ ഒരുപാട് പറയാറ്റുണ്ട്. ഞാനും അങ്ങനെ തന്നെ പാരൻസിൻ്റെ ഫീലിങ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് എൻ്റെ മതത്തിന് അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഞാനൊരു മുസ്ലിമാണ്. ഞാൻ മുസ്ലിം ആവാനായിട്ടാണ് ഞാൻ ഇത്ര വർഷമായിട്ട് നിന്നിട്ടുള്ളത്. അവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വക്കീൽ പറഞ്ഞ് പോകണ്ടെന്ന്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹദിയയുടെ അമ്മയുള്ള പൊന്നമ്മ അന്തരിച്ച കാര്യം എല്ലാവരും അറിഞ്ഞാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പലതരത്തിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൊന്നമ്മ മരിച്ച സമയത്ത് ഹദിയ പൊന്നമ്മയെ കാണാൻ വേണ്ടി വന്നില്ല. അതിന്റെ കാരണങ്ങളാണ് ഇപ്പൊ പലയിടത്തും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഹദിയ എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് വന്ന ഒരു പെൺകുട്ടിയാണ്. അവളുടെ ആദ്യത്തെ പേര് അഖില എന്നായിരുന്നു. അവളുടെ അമ്മയുടെ പേരാണ് പൊന്നമ്മ. എന്തായാലും അന്ന് അഖില മതം മാറിയ സമയത്ത് പൊന്നമ്മ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഉറക്കയില്ല രാത്രികളിൽ. എൻ്റെ മോളെ ഓർത്ത് ഞാൻ ഇപ്പോഴും വേദന കഴിച്ചിട്ടിരിക്കുകയാണ്. അവൾ പഠിക്കട്ടെ, അവൾക്കൊരു നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. എൻ്റെ അവസ്ഥ ഇങ്ങനെയായി. ഞാൻ പഠിച്ച് ജോലി കിട്ടിയില്ല. എൻ്റെ ഭർത്താവ് എൻ്റെ തുച്ഛമായ ശമ്പളം കൊണ്ടാണ് എൻ്റെ മോളെ പഠിപ്പിച്ചത്. ഞങ്ങൾ ലോൺ എടുത്തിരുന്നെങ്കിൽ എൻ്റെ മോളെ ആരും എടുക്കുകയില്ലായിരുന്നു. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. ലോൺ എടുത്തില്ല. അവൾക്ക് മുമ്പും പുറകും താങ്ങാൻ ആരും ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ലോൺ എടുക്കാഞ്ഞത്. പഠിച്ചു കഴിഞ്ഞ് വന്നാലും അവളെ ഒരു ഡോക്ടറുടെ കൂടെ കെട്ടിക്കണമല്ല. അപ്പം അതിന് നല്ല എമൗണ്ട് ഞങ്ങൾക്ക് മുടക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവളെ ലോൺ എടുക്കാതെ തന്നെ പഠിപ്പിച്ച്. പക്ഷെ ഇങ്ങനെ ചതിക്കുമെന്ന് കൂടെ പഠിച്ചവർ ഞങ്ങൾ ചതിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. ഞങ്ങൾക്കൊരു മുസ്ലിം ഞങ്ങളുടെ ജീവിതത്തില്ല. എൻ്റെ വീട് ചേർത്തലയിലും ഇല്ല. ഞങ്ങൾക്ക് ആരും മുസ്ലിമായിട്ട് കൂട്ടില്ല. അപ്പൊ എങ്ങനെ ചതിക്കുമെന്ന് ഓർത്തില്ല. ഈ തീവ്രവാദ മതമായത് കൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതലും പേടി. ഒരു തീവ്രവാദിനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിപ്പിച്ചല്ല എന്ന് ഓർത്തിട്ട്. അമ്മ പറയുമ്പോഴേക്ക് എന്താ ആദ്യം പറയുന്നത്? അമ്മ ഇത് കുറച്ച് നോക്കുമ്പോൾ അമ്മ പറഞ്ഞു മോളെ തിരിച്ചു വരേണ്ടതൊക്കെ പറയുമ്പോൾ അമ്മ എന്താ പറയുന്നത്? ആദ്യം അമ്മ ചോദിച്ചില്ലേ മോളെ തെറ്റായി പോയില്ല? ആദ്യം എല്ലാം ചോദിച്ചു. ഇപ്പൊ അവർക്ക് നല്ലൊരു മാനസികാവസ്ഥയല്ല. ഒരമ്മയുടെ സങ്കടം എന്നുള്ള രീതിയിൽ ഒരുപാട് വിഷമത്തോടെയാണ് പൊന്നമ്മ ഇവിടെ സംസാരിക്കുന്നത്. പക്ഷെ പൊന്നമ്മ ഇവിടെ പറഞ്ഞ 3 പോയിന്റ്സിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. പൊന്നമ്മ ഫസ്റ്റ് പറയുന്ന പോയിന്റ്, ഹദിയയുടെ കൂടെ പഠിച്ചവർ തന്നെ ചതിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അതായത് ഹദിയയുടെ കൂടെ പഠിച്ചവർ ഹദിയെ ചതിച്ച് ഇസ്ലാം മതം സ്വീകരിപ്പിച്ചതാണ് എന്നാണ് പൊന്നമ്മ പറഞ്ഞു വെക്കുന്ന. അങ്ങനെ നമുക്കൊരാളെ ചതിച്ച് മതം മാറ്റാൻ പറ്റുമോ? അങ്ങനെ ഒരിക്കലും പറ്റില്ല. ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് മാറേണ്ട ഒരു സംഗതിയാണ് ഈ മതം എന്ന് പറയുന്നത്. പിന്നെ അമ്മ രണ്ടാമത് പറഞ്ഞ കാര്യം, ഒരു തീവ്രവാദ മതത്തിലേക്കാണ് തൻ്റെ മകൾ പോയതെന്ന്. അതിന്റെ കൂട്ടത്തിൽ തന്നെ അമ്മ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് മുസ്ലിങ്ങളുമായി ഒരു ബന്ധവുമില്ല. ഞങ്ങളുടെ ഏരിയയിലെ മുസ്ലിങ്ങളില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പൊന്നമ്മയ്ക്ക് മുസ്ലിങ്ങളുമായി ഇടപഴകിയോ മുസ്ലിങ്ങളുമായി സംസാരിച്ചോ ഒരു പരിചയമേ ഇല്ല എന്നുള്ളത്. ആരൊക്കെയോ മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞു കൊടുത്ത അറിവ് മാത്രമേ നമ്മുടെ പൊന്നമ്മയ്ക്കുള്ളൂ. അത് വെച്ചാണ് പൊന്നമ്മ ഇവിടെ സംസാരിക്കുന്നത്. പിന്നെ പൊന്നമ്മ മൂന്നാമത് പറഞ്ഞ കാര്യം, ഹദിയ ഇപ്പോൾ നല്ലൊരു മാനസികാവസ്ഥയിലല്ല ഉള്ളത് എന്നുള്ളത്. അതായത് അവൾക്ക് മെന്റൽ ആണെന്നാണ് പൊന്നമ്മ ഇവിടെ പറയാതെ പറയുന്നത്. സ്വന്തം മകൾ മതം മാറുമ്പോൾ തൻ്റെ മകൾ മെന്റൽ ആണെന്നൊക്കെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്? ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പൊന്നമ്മ എത്രമാത്രം ശക്തമായിട്ടാണ് തൻ്റെ മകളെ എതിർക്കുന്നതെന്ന്. പൊന്നമ്മയുടെ ഈ ഒരു സംസാരം കാരണം ഇതിൽ മതരാഷ്ട്രീയ മുതലെടുപ്പ് ഉറപ്പായിട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വിവാദം കുറെ നാൾ ചർച്ച ചെയ്ത് പിന്നെ അത് പതിയെ അങ്ങ് കെട്ടടങ്ങി. പിന്നീട് ഹദിയയുടെ ആദ്യത്തെ ഭർത്താവ് ഹദിയെ ഡിവോഴ്സ് ചെയ്ത് വേറൊരു വിവാഹം കഴിച്ചതോടെ കെട്ടിയടങ്ങിയ വിവാദം വീണ്ടും കുത്തിപ്പൊങ്ങി. ഹദിയെ സപ്പോർട്ട് ചെയ്തും ഹദിയെ എതിർത്തും പലരും മുന്നോട്ട് വരാൻ തുടങ്ങി. പക്ഷെ ഹദിയയ്ക്ക് കൃത്യമായി മനസ്സിലായി തന്നെ വെച്ച് ആരൊക്കെയോ മുതലെടുപ്പ് നടത്തുന്നുണ്ടെന്ന്. അതോടെ പിന്നെ ഹദിയ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കാനോ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കാനോ നിന്നില്ല. പക്ഷെ ഹദിയയുടെ അമ്മയെ സംബന്ധിച്ച് ഇത് നേരെ തിരിച്ചായിരുന്നു. പുള്ളിക്കാരിക്ക് അപ്പോഴും മനസ്സിലായില്ല തന്നെ വെച്ച് ആരൊക്കെയോ മുതലെടുപ്പ് നടത്തുകയാണെന്ന്. പൊന്നമ്മ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മകൾക്കെതിരെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കെയാണ് പുള്ളിക്കാരി 2-3 ദിവസം മുമ്പ് മരണപ്പെടുന്നതിന് തൊട്ട് മുൻപ് വരെ പൊന്നമ്മ സംസാരിച്ചത് ഹദിയെക്കുറിച്ചാണ്.
തൻ്റെ മകളെ എനിക്ക് തിരിച്ചു തരണമെന്നും മകൾ മതം മാറി ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരണമെന്നുമാണ് പൊന്നമ്മ അവസാന കാലത്തും സംസാരിച്ചുകൊണ്ടിരുന്നത്. മകൾ മതം മാറാത്തതിനെ കൊണ്ട് പൊന്നമ്മ കാണാൻ പോയില്ല. അങ്ങനെ മകളെ കാണാതെ അവസാനം പൊന്നമ്മ മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ട സമയത്ത് പൊന്നമ്മയെ കാണാൻ ഹദിയ വന്നില്ല. അതോടെ ജനൻ TV, മറുനാടൻ മലയാളി ഇവരൊക്കെ ഒരു ന്യൂസ് അങ്ങ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഹദിയയുടെ ഭർത്താവ് അമ്മ മരിച്ചിട്ട് പോലും അമ്മയെ കാണാൻ വേണ്ടി വിട്ടില്ല. അതുകൊണ്ടാണ് ഹദിയ അമ്മ മരണപ്പെട്ടിട്ടും അമ്മയെ കാണാൻ വേണ്ടി വരാതിരുന്നത് എന്നുള്ള രീതിയിൽ ഹദിയക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെയൊക്കെ ലക്ഷ്യം. എന്തായാലും ഹദിയയുടെ അച്ഛൻ ജനൻ TVയോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. സംസാരിച്ചായിരുന്നു. അവൾ ഇന്നലത്തെ വിളിച്ചപ്പോൾ ഇന്ന് വരാന്ന് പറഞ്ഞു. ഇന്ന് വിളിച്ചപ്പോഴും വരാന്ന് പറഞ്ഞു. രാവിലെ വിളിച്ചപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ ഭർത്താവ് പറഞ്ഞ ഒക്കെ വരാൻ പാടാണ്, അവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്ന സ്ഥലങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളുടെ വക്കീൽ പറഞ്ഞ് പോകണ്ടെന്ന്. നിർബന്ധപൂർവ്വം വിടാത്തതാണെന്നാണ് കരുതുന്നത്. പിന്നെ അലാവിന്റെ എന്താണിത്? അവൾ നിരപരാധിയാ, ഇവരാണ് കളിക്കുന്ന മുഴുവൻ. പൂർവ്വം വിടാത്ത. ഇന്ന് ഞങ്ങൾക്ക് ഒരു സമയം ഉണ്ടായിരുന്നു വിളിച്ച് വരുമെന്നുള്ളത്. അപ്പൊ ആ സമയത്തിന് മുമ്പേ ഞങ്ങൾ വിളിച്ച് കൺഫേം ചെയ്ത് എങ്ങനെ വെച്ച് അച്ചായി അവിടെ ഫോൺ അവിടെ ഭർത്താവ് എടുത്ത് വരാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് അവിടെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടാവും, പോലീസുകാരൊക്കെ ആയിട്ടായിരിക്കും ആദ്യം വന്നെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ പിന്നെ പറയുന്ന സുരക്ഷാ പ്രശ്നമുണ്ട്, അതുകൊണ്ട് വരാൻ പ്രയാസമാണ്, ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വരാമെന്ന്. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് എന്തിനാ വന്നെന്ന് ചോദിച്ചു. ഈ സമയം തന്നെ വരണമെന്നാണ് ആവശ്യപ്പെട്ടത് അങ്ങോട്ട് അല്ലേ? മൃതദേഹം കാണാൻ വരണമെന്നാണ് അച്ഛനും ആവശ്യപ്പെട്ടത് അല്ലെ? ഈ ഒരു വോയിസ് ക്ലിപ്പിൽ നിന്നും തന്നെ വ്യക്തമാണ് എന്തുകൊണ്ടാണ് ഹദിയ അമ്മ മരിച്ചപ്പോൾ കാണാൻ വരാഞ്ഞത് എന്നുള്ളത്. ഹദിയ ആ സമയത്ത് അങ്ങോട്ട് ചെന്നായിരുന്നെങ്കിൽ അവിടെ രംഗം വഷളായേനെ. അവിടുത്തെ നാട്ടുകാർ മുഴുവൻ ഹദിയക്കെതിരെ തിരിയുമായിരുന്നു. ഒരുപക്ഷെ അവിടെ ചെറിയൊരു വർഗീയ കലാപം തന്നെ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടായേനെ. ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ഹദിയയുടെ അഡ്വക്കേറ്റ് ആണ് ഹദിയയുടെ അമ്മയെ കാണാൻ പോകണ്ട എന്ന് പറഞ്ഞത്. ഇക്കാര്യം ഹദിയയുടെ അച്ഛൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്ത് പറഞ്ഞത് ഹദിയയുടെ ഭർത്താവാണ്. ഒരുപക്ഷെ ഹദിയയ്ക്ക് അച്ഛനോട് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലായിരിക്കില്ല. അതുകൊണ്ടാണ് ഹദിയയുടെ ഭർത്താവ് സംസാരിച്ചത്. ഇത്ര ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതിനെയാണ് പലരും വളച്ചൊടിച്ച് ഭർത്താവ് ഹദിയെ വിട്ടില്ല, ഹദിയയ്ക്ക് സ്വന്തം അമ്മയോട് ഒരു തരി സ്നേഹം പോലും ഇല്ല എന്ന് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. ഹദിയെ സംബന്ധിച്ച് തൻ്റെ മാതാപിതാക്കളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് ഹദിയ. അത് മുൻപ് തൻ്റെ രണ്ടാം വിവാഹത്തിന്റെ സമയത്ത് ഹദിയ മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കന്ന് ഹദിയ അമ്മയെ പറ്റി പറഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരുപാട് പേര് പറയാറുണ്ട് പാരന്റ്സ് ആണ്, പാരന്റ്സിന്റെ ഫീലിങ്ങിനെ ഒരുപാട് പറയട്ടെ. ഞാനും അങ്ങനെ തന്നെ പാരന്റ്സിന്റെ ഫീലിങ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് എന്റെ മതത്തിന് അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിം ആവാനായിട്ടാണ് ഞാൻ ഇത്ര വർഷമായിട്ട് നിന്നിട്ട്. പേരൻസിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ് താനെന്നാണ് ഇവിടെ ഹദിയ പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെയുള്ള ഹദിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അമ്മ മരിക്കുമ്പോൾ അത് എത്ര വിദ്വേഷമുള്ള അമ്മയാണെങ്കിൽ പോലും അവർക്ക് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ സാഹചര്യം അതിനവരെ അനുവദിച്ചില്ല. അവിടെ ഒരു കലാപം ഉണ്ടാക്കുന്നതിൽ നല്ലതല്ലേ അവിടെ നിന്ന് മാറി നിൽക്കുന്നത്? അതല്ലേ നല്ലത്. അതുകൊണ്ടാണ് ഹദിയ അമ്മയെ കാണാൻ വേണ്ടി വരാതെ അവിടെ നിന്ന് മാറി നിന്നത്. എല്ലാം കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരാമെന്ന് അവര് പറയുന്നുണ്ട്. അത് ഹദിയയുടെ വോയിസിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഒരിക്കലും ഹദിയക്കെതിരെ പ്രചരിക്കുന്ന തെറ്റായ പ്രചാരത്തിൽ ആരും വിശ്വസിക്കരുത്. ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബൈ.